ദ ജേർണലിസ്റ്റിലേക്ക് ടി.ജി. മോഹൻദാസിന്റെ അറസ്റ്റോടുകൂടി അക്ഷരാർത്ഥത്തിൽ വിറളി പിടിച്ചിരിക്കുകയാണ് കേരളത്തിലെ സംഘപരിവാറുകാർ. ബി.ജെ.പിയുടെ പ്രധാനപ്പെട്ട നേതാക്കൾ മുതൽ, അതായത് കേരള ഘടകത്തിന്റെ നേതാക്കൾ മുതൽ ഇങ്ങ് ഫേസ്ബുക്കിൽ ഫേക്ക് ഐഡികളിലൂടെ കമന്റുകളും തെറിവിളികളുമായി നടക്കുന്ന പേടിത്തൊണ്ടന്മാരായ സംഘപരിവാറിന്റെ വാലറ്റം വരെ പേടിച്ചു വിറയ്ക്കുകയാണ്. കാരണം എന്താണ്? ഇത്തരമൊരു നടപടി ഇവരാരും പ്രതീക്ഷിച്ചിരുന്നില്ല. ജന്തർ മന്ദറിൽ സമരം ചെയ്ത കൊച്ചുകുട്ടികളെ, വിദ്യാർത്ഥികളെ നോക്കി വെടിവെച്ചു കൊല്ലും, ശവങ്ങൾ പെറുക്കിക്കളയും, ബലാത്സംഗം ഇഷ്ടപ്പെടുന്ന സ്ത്രീകളാണ് എന്നൊക്കെയുള്ള മനുഷ്യത്വ വിരുദ്ധമായ ഞരമ്പിളക്കം വന്ന വർത്തമാനം പറഞ്ഞ ടി.ജിയെ 11 ദിവസം വിഹരിക്കാൻ വിട്ടിരിക്കുകയായിരുന്നു. അതായത് പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു കാലതാമസമുണ്ടായി. അത് ബോധപൂർവമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിലേക്ക് വരാം. പക്ഷെ അത്രയും കാലം, ഈ 11 ദിവസവും ടി.ജി. മോഹൻദാസിനെ തൊടാൻ ആർക്കുമാകില്ല. ഒരു പ്രശ്നവും ഇമാതിരി വർത്താനം പറഞ്ഞാൽ ഈ നാട്ടിൽ ഉണ്ടാകില്ല. ഇതുപോലെയുള്ള വർഗീയതയും വിദ്വേഷവും സ്ത്രീവിരുദ്ധതയും മറ്റ് വൃത്തികേടുകളും ഒരു യൂട്യൂബ് ചാനലും മൈക്കും ഫോണും ഒക്കെ ഉണ്ടെങ്കിൽ ആർക്കും വിളിച്ചു പോവാം എന്നൊക്കെ കരുതിയിരുന്ന ബി.ജെ.പിക്കാർക്ക് ശക്തമായ തിരിച്ചടിയാണ് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല നൽകിയത്. അർജുനായങ്കിയുടെ അറസ്റ്റിന് തൊട്ടു പിന്നാലെ വിറളി പിടിച്ച സഖാക്കൾ രമേശ് ചെന്നിത്തലയുടെ പടമിട്ടിട്ട് ചോദിച്ചത്, എന്തേ ടി.ജി. മോഹൻദാസിനെ അറസ്റ്റ് ചെയ്യുന്നില്ല? നിങ്ങൾ ചെന്നിത്തലയല്ല സംഘിത്തലയാണ്, ചെന്നിത്തല സംഘപരിവാറുകാരനോട് ആയതുകൊണ്ടാണ് CPM-ന്റെ കറകളഞ്ഞ സഖാവായിരുന്ന അർജുനായങ്കിയെ മാത്രം പിടിച്ചത് എന്നൊക്കെയായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ ഈ പറഞ്ഞവരെയൊക്കെ അടിച്ചിരുത്തുന്ന വിധത്തിൽ ഉടൻ തന്നെ രമേശ് ചെന്നിത്തലയുടെ ഉത്തരവുണ്ടായി ടി.ജി. മോഹൻദാസിനെതിരെയുള്ള നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന്. അങ്ങനെ ടി.ജി. മോഹൻദാസ് അറസ്റ്റിലായതോടുകൂടി സംഘപരിവാറുകാർക്ക് കുരുപൊട്ടി, കിളി പറന്നു. അപ്പതാ എടുത്തുകൊണ്ട് വരുന്നു. ഇത്രയും നാൾ പ്രധാനമന്ത്രിയുടെ മാതാവിനെ പോലും അതിനികൃഷ്ടമായ രീതിയിൽ അധിക്ഷേപിച്ച ജാൻമണിക്കെതിരെ ഒരക്ഷരം പറയാതിരുന്ന സംഘപരിവാറിന്റെ വാലറ്റം മുതൽ അങ്ങ് തലവരെയുള്ള നേതാക്കളും അണികളും ഈ ഫേക്ക് ഐഡികളും ഒക്കെ ജാൻമണിയെ അറസ്റ്റ് ചെയ്യാത്ത ചെന്നിത്തല പോലീസ് അത് മതമൗലികവാദികളെ പ്രീണിപ്പിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത നാടകവുമായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇത് ബി.ജെ.പിയിൽ വലിയ തോതിലുള്ള പൊട്ടിത്തെറികൾക്ക് കാരണമായിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതായത് ടി.ജി. മോഹൻദാസ് 11 ദിവസം ഈ വർഗീയതയും വിദ്വേഷവും വൃത്തികേടും സ്ത്രീവിരുദ്ധതയും ഒക്കെ വിളിച്ചു പറഞ്ഞ് പൊതുസമൂഹത്തിൽ വിരാജിക്കുകയായിരുന്നു. സംഘപരിവാറിന്റെ യൂട്യൂബ് ചാനലുകളിലൊക്കെ വലിഞ്ഞു കയറിയിരുന്ന് ആർഷഭാരത സംസ്കാരത്തെക്കുറിച്ച് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആ ദുഷിച്ച നാവും വെച്ചിട്ട് ആ പാവം പെൺപിള്ളേരെ, സമരം ചെയ്ത പെൺപിള്ളേരെ അമ്മാതിരി വൃത്തികേട് പറഞ്ഞിട്ട് എന്തോ സൈദ്ധാന്തികനാണ്, ബുദ്ധിജീവിയാണെന്ന മട്ടിൽ അയാൾ വന്നിരുന്ന് വലിയ ചർച്ചകളൊക്കെ ഇവിടെ നടത്തിയിട്ടുണ്ട്. പ്രായത്തെ ബഹുമാനിക്കുന്നു അദ്ദേഹം, അങ്ങനെ കുറേ ചർച്ചകളൊക്കെ ഇവിടെ നടത്തിയിട്ടുണ്ട്. അപ്പോൾ സംഘപരിവാരം വിചാരിച്ചത് ഇതുപോലെയുള്ള ഏത് ഞരം പുളിക്കിയവനും വിറയൽ രോഗിക്കും എന്ത് വൃത്തികെട്ട മൈൻഡ് സെറ്റുള്ളവനും എന്തും പറയാവുന്നൊരു നാടായി കേരളത്തെ ഞങ്ങൾ മാറ്റിയിട്ടുണ്ട് എന്ന ഒരു വലിയ സന്തോഷമായിരുന്നു സംഘപരിവാറിൻ്റെ. ഞാൻ ഈ നേരത്തെ പറഞ്ഞ ഫേസ്ബുക്കിൽ സ്വന്തം ഐഡൻറ്റിറ്റി കാണിക്കാൻ പോലും മുട്ടുവിറയ്ക്കുന്ന പേടിത്തൊണ്ടന്മാരായിട്ടുള്ള ചില ഞാഞ്ഞൂലുകളുണ്ട്. ഇവന്മാരൊക്കെ സോഷ്യൽ മീഡിയയിൽ വലിയ ആഘോഷമായിരുന്നു. എന്നിട്ട് എന്താ സംഭവിച്ചത്? ടി.ജി. മോഹൻദാസിനെ അറസ്റ്റ് ചെയ്തതോടുകൂടി ഇവരൊക്കെ ചോദിക്കുകയാണ്, അയ്യോ ഞങ്ങളുടെ ദൈവം, കൺകണ്ട ദൈവം, ടി.ജി. സാർ അറസ്റ്റിലായി, എന്തേ ജാൻമണിയെ അറസ്റ്റ് ചെയ്യാൻ ബി.ജെ.പി നേതാക്കൾ ഇടപെടാത്തത്? ഇതൊരു വലിയ ചോദ്യമാണ്. ഇത് ചോദിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫേക്ക് ഐഡികളൊക്കെ ഇട്ട് തള്ളുന്ന ആളുകൾ മാത്രമല്ല, യഥാർത്ഥ ബി.ജെ.പി പ്രവർത്തകർ, ബി.ജെ.പിയുടെ പ്രാദേശിക നേതാക്കളായിട്ടുള്ള ആളുകൾ, സംഘപരിവാറിന്റെ IT ഹാൻഡിലുകൾ കൈകാര്യം ചെയ്യുന്നവരൊക്കെ ഇപ്പോൾ പരസ്പരം ചോദിക്കുന്നൊരു ചോദ്യം എന്താണെന്നറിയോ? ജാൻമണിയെ അറസ്റ്റ് ചെയ്യിക്കാൻ ബി.ജെ.പിക്ക് എന്തേ കഴിയാത്തത്? നിരവധി സംസ്ഥാനങ്ങളിൽ ഭരണമുള്ള ബി.ജെ.പിക്ക് ഈ രാജ്യത്തിൻ്റെ ആദരണീയനായ പ്രധാനമന്ത്രിയെയും മാതാവിനെയും അധിക്ഷേപിച്ച ജാൻമണിയെ നടപടിയെടുപ്പിക്കാൻ കഴിയുന്നില്ലേ? ജാൻമണിക്കെതിരെ നടപടിയെടുപ്പിക്കാൻ കഴിയുന്നില്ല? ഇത് വലിയ ചോദ്യമാണ്. ബി.ജെ.പി സെക്ടറിൽ ഇപ്പോൾ നേതൃത്വത്തിനെതിരെ, കേരള ബി.ജെ.പി നേതൃത്വത്തിനെതിരെ വലിയ അടി നടന്നുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ വലിയ തോതിലുള്ള വിമർശനങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. നോക്കുക, ബി.ജെ.പിയുടെ IT മേഖലയിൽ അല്ലെങ്കിൽ അവരുടെ സോഷ്യൽ മീഡിയ മേഖലയിലൊക്കെ സജീവ സാന്നിധ്യമായിട്ടുള്ള സംഘപരിവാറിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഫേസ്ബുക്ക് ഹാൻഡിലാണ് സുകന്യ കൃഷ്ണ. ഇവരിട്ടിരിക്കുന്ന ഒരു പോസ്റ്റ് നോക്കുക. ജാൻമണിക്കെതിരെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കൊടുത്ത പരാതികളിൽ പരമാവധി എണ്ണവും ട്രാക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. കഴിഞ്ഞ മാസം 27 നൽകിയ പരാതികളിൽ പരമാവധിയും 31 ഈ മാസം 1 ക്ലോസ് ചെയ്തിട്ടുണ്ട്. ട്രാക്ക് ചെയ്ത പരാതികളിൽ FIR ഇട്ട 1 യാതൊരു അനക്കവും സംഭവിച്ചിട്ടില്ല. പൊതുജനത്തിന് കോടതിയുടെ രേഖകൾ ലഭ്യമാകുന്ന സൈറ്റിൽ അങ്ങനെ ഒരു കേസിനെ കുറിച്ച് യാതൊരു വിവരവുമില്ല.
ജാൻമണി പതിയെ സോഷ്യൽ മീഡിയയിൽ ഇളകി തുടങ്ങിയിട്ടുണ്ട്. വർഷങ്ങൾക്ക് മുന്നേ പോസ്റ്റ് ചെയ്ത ഒരു ഫോട്ടോ എടുത്ത് 2 ദിവസം മുന്നേ ഷെയർ ചെയ്തിട്ടുണ്ട്. അവളുടെ പേടി പതിയെ മാറി തുടങ്ങി. ഫോൺ നമ്പറുകൾ പതിയെ ഓണായി തുടങ്ങി. ഇവിടുത്തെ സംഖ്യകളെ കൊണ്ട് ഇത്രയൊക്കെയേ പറ്റൂ. കേരളം മുഴുവൻ നടന്ന് പരാതി കൊടുത്തിട്ടും നിങ്ങൾക്കുള്ള വില ഇത്രയേ ഉള്ളൂ എന്ന് മനസ്സിലായില്ലേ? ഒന്ന് ചോദ്യം ചെയ്യാൻ എങ്കിലും വിളിപ്പിക്കാൻ കഴിഞ്ഞോ? ഇതൊക്കെ കൊണ്ടാണ് പറ്റുന്ന കാര്യം ഞാൻ പറഞ്ഞത്. എൻ്റെ വാക്കിപ്പോഴും നിലവിലുണ്ട്. സുകന്യ കൃഷ്ണ എന്നുള്ളതാണ് പോസ്റ്റ്. നോക്കുക, ഇത് പറയുന്നത് കറകളഞ്ഞ ഒരു സംഘപരിവാർ അനുഭാവിയാണ്. RSSനോട് സംഘപരിവാറിനോട് ചേർന്ന് നിൽക്കുന്ന സോഷ്യൽ മീഡിയയിൽ ഒരു പ്രധാനപ്പെട്ട വ്യക്തിത്വമാണ് സുകന്യ കൃഷ്ണ. അവർ തന്നെ പറയുകയാണ് കേരളത്തിലെ BJP നേതൃത്വത്തെ ഒരു ചുക്കിനും ചുണ്ണാമ്പിനും കൊള്ളില്ല എന്ന്. ഈ ആത്മരോഷം ഇവർ പ്രകടിപ്പിക്കുമ്പോൾ ഇത് ഏറ്റെടുത്തുകൊണ്ട് നിരവധി ആളുകൾ, സംഘപരിവാറിൻ്റെ അനുഭാവികൾ, സംഘപരിവാറിൻ്റെ പദവികൾ വഹിക്കുന്ന ആളുകൾ അടക്കം ഇതിൽ കാര്യമായി തന്നെ കമന്റ് ചെയ്യുന്നുണ്ട്. നോക്കുക, കൃഷ്ണകുമാർ കൈമൾ എന്ന ആൾ പറയുന്നു, ഫയൽ കേസ് ഔട്ട്സൈഡ് കേരള ആസ് ഇറ്റ്സ് അഗൈൻസ്റ്റ് PM കേസ് ക്യാൻ ബി രജിസ്റ്റേർഡ് ഇൻ എനി സ്റ്റേറ്റ്. അതായത് പ്രധാനമന്ത്രിക്കെതിരായ പരാമർശമായതുകൊണ്ട് തന്നെ രാജ്യത്ത് എവിടെ വേണമെങ്കിലും കേസെടുക്കാൻ കഴിയും, പരാതി കൊടുക്കാൻ കഴിയുമെന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ അതിന് മറുപടി പറയുന്നത്, ഇവിടെ കേരളത്തിൽ ഇത്രയേറെ പരാതിയും കേസും കൊടുത്തിട്ട് ഒന്ന് സ്റ്റേഷനിലേക്ക് വിളിപ്പിക്കാൻ പോലും കഴിയുന്നില്ല, പിന്നെയാണോ എന്നാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, രാജ്യം ഭരിക്കുന്ന പാർട്ടിയായ BJP, അവരുടെ പ്രധാനപ്പെട്ട നേതാവായിട്ടുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദി, അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ കുടുംബത്തെയും ഒക്കെ ഈ വിധത്തിൽ അവഹേളിച്ചിട്ട് ജാൻമണി എന്നയാൾ ഇതിൽ ഒരു കുഴപ്പവുമില്ലാതെ നടക്കുകയാണ്. അപ്പോഴാണ് അവരുടെ സൈദ്ധാന്തികൻ എന്ന് അവർ പറയുന്ന TG മോഹൻദാസിനെ വളരെ കൂളായി പോലീസ് അകത്തിട്ട് നടപടികളുമായി മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ TG മോഹൻദാസിന് ജാമ്യം കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം TG മോഹൻദാസ് ധീരനാണ്, വീരശൂര പരാക്രമിയാണ്, അദ്ദേഹത്തിന് വലിയ നേട്ടം കിട്ടി, അദ്ദേഹം കുറ്റമുക്തനായി എന്നൊന്നുമല്ല. 3 വർഷത്തിൽ താഴെ മാത്രം ശിക്ഷ ലഭിക്കാവുന്ന കേസാണ് TG മോഹൻദാസിനെതിരെ എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ജാമ്യം കിട്ടുമെന്നുള്ളത് സാമാന്യമായ നിയമബോധമുള്ള ആർക്കും ചിന്തിക്കാവുന്നതേയുള്ളൂ. പക്ഷേ പിടിച്ചുകൊണ്ടു പോകാൻ, നടപടിയെടുക്കാൻ, ഇമാതിരി വർത്താനം പറഞ്ഞാൽ ചോദിക്കാനും പറയാനും ഇവിടെ ആളുണ്ടെന്ന് ബോധ്യപ്പെടുത്താൻ കേരള പോലീസിനും രമേശ് ചെന്നിത്തലയ്ക്കും കഴിഞ്ഞു എന്നുള്ളതാണ് ആ നടപടിയുടെ പ്രസക്തി. ഇത്രയും വർഷമായിരുന്നു ദുഷിപ്പ് പറഞ്ഞിട്ട് ഇത് ആദ്യമായിട്ടാണ് മോഹൻദാസിനെതിരെ ഈ നടപടി ഉണ്ടാകുന്നത് എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്തായാലും മോഹൻദാസിനെതിരെ നടപടിയെടുത്തു, ഈ ജാൻമണിക്കെതിരെ നടപടിയെടുത്തില്ല എന്നുള്ളത് വലിയ ചർച്ചയായിരിക്കുകയാണ്. നോക്കുക, ആ സുകന്യ കൃഷ്ണയുടെ പോസ്റ്റിൽ വന്നിരിക്കുന്ന കമന്റ് നോക്കൂ. ഫണ്ട് മുക്കാൻ നടക്കുന്ന നേതാക്കൾ ഈ പ്രശ്നത്തിൽ ചെറിയൊരു ശ്രമം നടത്തിയിരുന്നെങ്കിൽ എന്നേ കേസെടുപ്പിക്കാമായിരുന്നു എന്നാണ് ഒരാൾ പറയുന്നത്. കഷ്ടം തന്നെ, എല്ലാവരും മറന്നു തുടങ്ങി. നോക്കുക, ഈ TG മോഹൻദാസിനെ അറസ്റ്റ് ചെയ്തില്ലായിരുന്നുവെങ്കിൽ ഈ പ്രധാനമന്ത്രിയെ അവഹേളിച്ച് ജാൻമണിയെ അറസ്റ്റ് ചെയ്യണം എന്നുള്ള ഈ ക്യാമ്പയിൻ ഇപ്പോൾ BJP നടത്തില്ലായിരുന്നു. തങ്ങളുടെ പ്രധാനമന്ത്രി അല്ലെങ്കിൽ തങ്ങളുടെ പാർട്ടിയുടെ പ്രധാനപ്പെട്ട ഏറ്റവും വലിയ നേതാവിനെ അധിക്ഷേപിച്ച ഒരാൾക്കെതിരെ നടപടി എടുപ്പിക്കാൻ പോലും കഴിവില്ലാത്തവരായി കേരള BJP നേതൃത്വം മാറിയെന്ന് BJPക്കാർ തന്നെ പറയുകയാണ്. BJPക്കുള്ളിൽ വലിയ പൊട്ടിത്തെറി നടക്കുകയാണ്. TG മോഹൻദാസിന്റെ അറസ്റ്റ് കൊണ്ട് BJPക്കുള്ളിൽ തന്നെ വലിയ കൂട്ടയടി എന്ന നിലയിലേക്ക്, അത് അണികൾക്കിടയിൽ, BJPയുടെ നട്ടല്, കേരളത്തിലെ നട്ടൽ എന്ന് വിളിക്കാവുന്ന സാധാരണക്കാരായ പ്രവർത്തകർക്കിടയിൽ വലിയ അമർഷം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് ഈ കമന്റുകളിൽ കാണുന്നത്. എന്തായാലും TG മോഹൻദാസ് വിഷയത്തിൽ അമിത ആവേശം കാണിച്ചിറങ്ങിയ സംഘപരിവാറുകാർ ഇപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ തല്ലുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ജാൻമണിയെ തൂക്കണമെന്ന് മുറവിളി കൂട്ടി അവസാനം BJP അങ്ങോട്ടും ഇങ്ങോട്ടും BJP നേതൃത്വത്തിനെതിരെ അണികളും പ്രവർത്തകരും കളത്തിലിറങ്ങുന്ന കാഴ്ചയാണ് കാണുന്നത്. BJP കുടുങ്ങിയിരിക്കുകയാണ് ഇപ്പോൾ നേതൃത്വം. നട്ടലുള്ളൊരു നേതൃത്വമാണ് ഇവിടെ ഉള്ളത് എന്ന് തെളിയിക്കണമെങ്കിൽ, അണികളുടെ വിശ്വാസം നേടിയെടുക്കണമെങ്കിൽ ജാൻമണിക്കെതിരെ കേസെടുപ്പിക്കാൻ, അവർക്കെതിരെ നടപടി സ്വീകരിപ്പിക്കാൻ ഇവിടുത്തെ നേതൃത്വത്തിന് കഴിയണം എന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ്. എന്തുകൊണ്ട് ഇത്രയും വൈകി എന്നത് വലിയൊരു ചോദ്യമായി അവിടെ നിൽക്കുകയും ചെയ്യുന്നു.